ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇന്നലെ കർണാടകയിൽ ഉഗാദി ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഉഗാദി എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വിഷു ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ വിഷു, അതിൻ്റെ ഒരു വേറൊരു ഭാഗമാണ് ഉഗാദി എന്ന് പറയുന്നത്. സാധാരണ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലാണ് ഉഗാദി ആഘോഷിക്കുന്നത്. ഇത് പല സ്ഥലങ്ങളിലും പല സമയത്ത്, ഇപ്പോൾ ഏകദേശം ഈ ഒരു ഏപ്രിൽ ഈ സമയത്തൊക്കെയാണ് എല്ലായിടത്തും ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉഗാദി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വിഷുവാണ്. അത് 2-3 ആഴ്ച കഴിഞ്ഞാൽ ഏപ്രിൽ 15-ന് വിഷു. അതുപോലെ ഈ പഞ്ചാബ് അവിടെയൊക്കെ പോയ ബസന്തി എന്ന് പറയും. അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുന്ന ഒരു നല്ല തുടക്കം. ഇപ്പോൾ മലയാള മാസം ആരംഭം എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ തന്നെ ഒരു നല്ല തുടക്കം. ഈ വർഷം മുഴുവൻ നല്ലതും അഭിവൃദ്ധിയും പ്രോസ്പെരിറ്റിയും അങ്ങനെ നമ്മുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാനായിട്ടുള്ള ഒരു തുടക്കം, അതാണ് ഉഗാദി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. വീടൊക്കെ ഇന്നലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനത്തെ സെലിബ്രേഷനൊക്കെ വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് മാവില വെച്ചിട്ട് അലങ്കരിക്കും കേട്ടോ. പൂവും തുളസിമാലയൊക്കെ വെച്ചിട്ട്. അത് ഇവിടുത്തെ ഒരു കൾച്ചറാണ്. ഞാനും അതൊക്കെ പഠിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയത്, പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാവും നൂലപ്പം ഉണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ചെറിയൊരു സദ്യ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊരു പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഇലയിലൊക്കെ ഒന്ന് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചെറിയൊരു പായസമൊക്കെ വെച്ചിട്ട്. എന്തായാലും നല്ലൊരു ദിവസമാണല്ലോ, അപ്പോൾ ഒരു ഇലയിലൊക്കെ ഊണൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എരിശ്ശേരിയാണ് വെച്ചത് കേട്ടോ. സാമ്പാർ വെക്കണില്ല. സാമ്പാർ ഓൾറെഡി ഇന്നലത്തോടു കൂടി അവസാനിച്ചു. അപ്പോൾ ഇനി സാമ്പാർ വെക്കേണ്ടതെന്ന് കരുതി ഞാൻ വെച്ചില്ല കേട്ടോ. പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ഇത് അരിപ്പായസം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ പ്രധാനം അരിയും ഈ പരിപ്പൊക്കെ ചേർന്നിട്ടുള്ള ഒരു നേദ്യമാണ് കേട്ടോ. അപ്പോൾ അരിപ്പായസത്തിനുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു രസം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സാധാരണ സദ്യയിലുണ്ടാവുന്ന മെനു ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സദ്യയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതിൽ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയാൻ ഇന്നത്തെ രസമാണ് കേട്ടോ. എൻ്റെ റെസിപ്പി അല്ല ഇത്. എനിക്കിത് യൂട്യൂബിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് ചതച്ചിട്ട് എല്ലാം ചട്ടിയിലോട്ട് ഇടുകയാണ് പതിവ്. ഇന്ന് മിക്സിയുടെ ജാറിൽ മല്ലിയും മുളകും ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ജീരകം ചെറിയുള്ളിയൊക്കെ കൂടി അരച്ചിട്ടുള്ള കൂട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. ആദ്യം കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു, വെളുത്തുള്ളിയൊക്കെ ഇട്ടു. പിന്നെ ആ ഒരു ഇട്ട് കൊടുത്ത അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ പിന്നെ അതിലോട്ട് തക്കാളിയും ഈ മല്ലിയിലയും കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് അരയ്ക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അതും കൂടി ചേർത്തിട്ട് വഴറ്റിയിട്ട് പുളിവെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണ് കേട്ടോ. ഇത് ഇന്ന് കിട്ടിയ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം, എന്നാന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേന്ന് കരുതിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ എരിശ്ശേരിയൊക്കെ വെക്കുമ്പോൾ, അതായത് പയറും മത്തങ്ങയും കൂടിയിട്ടുള്ള എരിശ്ശേരിയാണ് ഞാൻ വെച്ചത്. അത് വെക്കുമ്പോൾ ഈ രസമൊക്കെ കൂട്ടി കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ രസമാക്കാം, അപ്പോൾ നമുക്ക് ഒഴിച്ച് കഴിക്കുകയും ചെയ്യാം. മറ്റേ തിക്കായിട്ടുള്ളൊരു ഡിഷാണല്ലോ എരിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഈ രസമാണ് കേട്ടോ. കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഈ ഇട്ട് കൊടുത്ത ഐറ്റംസൊക്കെ ഒരു റോസ് സ്മെല്ലൊക്കെ പോയി നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിച്ച ശേഷം പുളി ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ ഒരു തക്കാളിയൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഞാൻ 2 തക്കാളി ചേർത്തു. അപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി പുളി കൂടുതലാണെന്ന്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് പായസത്തിന് വെച്ചിരിക്കുന്ന ശർക്കര ചീകി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൽ ചേർത്തു കേട്ടോ. അപ്പോൾ ഈ രസം എന്ന് പറയുന്നത് പുളിയും എരിവും മധുരവും ചെറിയ മധുരവും ഒക്കെ കൂട്ടിയിട്ട് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ഇന്ന് കഴിക്കാനായിരുന്നു. ഇന്നലെ ഉണ്ടാക്കിയത് ഇത്രയും അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കഴിക്കാനായിരുന്നു കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പായസത്തിലേക്ക് കിടന്നു. ഇതിൻ്റെ ഇടയിൽ ഉപ്പേരി വെച്ചിരുന്നു കേട്ടോ. പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു ഫ്രൈയും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പായസത്തിന് ഇന്ന് അരിപ്പായസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അരിയും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപ്പുണ്ടല്ലോ, പായസപ്പരിപ്പ്, അതൊക്കെ കൂടിയിട്ട് ഇവരെ പായസം ഒരുപാട് മധുരമില്ലാത്തൊരു പായസം എന്ന് നമ്മൾ വെറുതെ പറയുമല്ലോ, അതുപോലെ തന്നെയാണ് അരിയും പരിപ്പും കൂടി വേവിച്ചിട്ട് കുറച്ച് ശർക്കര ഇട്ടിട്ട് ഉള്ളൊരു പായസമാണ് കേട്ടോ ഇവിടെ വെക്കാറ്. അപ്പം ഞാൻ അരിയും അതുപോലെ അരി വന്നപ്പോൾ ശർക്കര ഇട്ടു, നാളികേരം നെയ്യൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തൊരു അരിപ്പായസം വെച്ചു. പിന്നെ ലാസ്റ്റ് പപ്പടം കാച്ചി നാട്ടിൽ നിന്ന് കൊടുന്ന പപ്പടമാണ് കേട്ടോ. അപ്പോൾ നല്ല പപ്പടമായിരുന്നു. അപ്പോൾ അതൊക്കെ കാച്ചി ഉച്ചയ്ക്കുള്ള ഐറ്റംസൊക്കെ റെഡിയായി. ലഞ്ചിനുള്ള സമയമായി. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.